ഹായ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. പിന്നെ ഇന്ന് നമ്മളൊരു റെസിപ്പി ആയിട്ടാണ് വന്നത്. ഒരു ചിക്കൻ്റെ റെസിപ്പി ആയിട്ട് ചിക്കൻ ഫ്രൈ എങ്ങനെയാണ് ചെയ്യുന്നത് ആ ഒരു വിധം ചിക്കൻ ഫ്രൈ ചിക്കൻ ഫ്രൈ ചെയ്യുന്ന ഒരു രീതിയാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാൻ ചിക്കനെല്ലാം കഴുകി നല്ല മഞ്ഞൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. എല്ലാം ക്ലീനാക്കി. അപ്പോൾ ഇത് വലിയ കഷ്ണം. അപ്പം നമുക്കിത് രണ്ട് കഷ്ണമാക്കാം. നമ്മൾ രണ്ട് കഷ്ണമാക്കി. ഇത് കുഴപ്പമില്ല. പിന്നെ ഇതൊന്ന് രണ്ട് കഷ്ണമാക്കാം. അപ്പം നമ്മളിങ്ങനെ മീനിൻ്റെ ഫ്രൈ ആകുന്ന പോലെ ഇങ്ങനെയൊന്ന് മസാല നല്ലോണം പിടിക്കാനാണ് ഇങ്ങനെയൊന്ന് വരച്ചു കൊടുക്കാം. വരച്ചു കൊടുക്കാം. ഈ നമ്മൾ മീൻ ഇതാക്കുന്നത് കീറുന്നില്ല, അതേപോലെ ഇങ്ങനെ എന്നുവെച്ചാൽ മസാല പിടിക്കാനാണ് നമ്മൾ വെക്കുന്നത്. മീനിൻ്റെ അയിലയും മത്തിയെല്ലാം ഏത് മീനായാലും ഫ്രൈ ആകുമ്പോൾ ഇങ്ങനെ വെക്കുമല്ലോ വലിയ കുറച്ച് വേണം. അപ്പോൾ ഇത് അതിനാണ് ഇങ്ങനെ നല്ല മസാല പിടിക്കും. അതിന് ഇങ്ങനെ കീറിയിട്ടുണ്ട്. രണ്ട് ലെഗ് പീസ് ഉണ്ട്. അപ്പോൾ അതിനും നമുക്കിങ്ങനെ നല്ല മസാല പിടിച്ച് ഇതിൻ്റെ ഉള്ളിലാവുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഈ രീതിയിലൊന്ന് എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പോൾ അടുത്ത രീതിയാണ് ഞാൻ കാണിക്കുന്നത്. ഞങ്ങളാക്കി നോക്കി നല്ല ടേസ്റ്റ് ഇല്ലോണ്ടാണ് അത് നിങ്ങളെ മുമ്പിലും കൂടി എത്തിക്കാണ് വിചാരിച്ചത്. അപ്പം ഇതവിടെ ചെയ്ത് വെച്ച് ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ അടുത്ത സ്റ്റെപ്പ് നമ്മൾ കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്. കുറച്ച് മല്ലിയില, മൂന്നാല് എല്ലി കരിയാമ്പില എടുത്തിട്ടുണ്ട്. കരിയാപ്പില, പിന്നെ കഷ്ണം ഇഞ്ചിയും കൂടി നമുക്ക് നല്ല ചെറുങ്ങനെ മുറിച്ച് കൊടുക്കാം. ഇഞ്ചി ഇട്ട് കൊടുത്ത് നമുക്ക് ഒരു വലിയൊരു മല്ലി ഇതാണ് വലിയൊരു അല്ലിൻ്റെ വെളുത്തുള്ളി ഇഞ്ചിൻ്റെ നല്ല ഒരു മണമാണ്. നല്ല ഇതാകുക അതിന്. അപ്പം കുറച്ച് ശകലം ജീരകം ഇട്ട് കൊടുക്കാം. ഇതൊന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും ജീരകവും മല്ലിച്ചപ്പും ഒരു 3-4 കരിയാമ്പിലി അതെല്ലാം കൂടി അരച്ചെടുത്തു. നമുക്ക് ചിക്കൻ്റെ അകത്ത് പേസ്റ്റ് അരച്ച പേസ്റ്റ് ഇടാം. അരച്ചെടുത്ത പേസ്റ്റ് ഇട്ട് നമ്മൾ ആവശ്യത്തിന് മഞ്ഞൾ ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് മഞ്ഞൾ ഇട്ട് കൊടുത്ത് ഇനി നമുക്ക് കുറച്ച് മുളക് പൊടി എരിവിന് കണക്കായിട്ട് 2.5 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ശകലം ഒരു ചിക്കൻ മസാല ലേശം മതി. ഒന്നിന്ന് ഒരു അല്പം ഒരു തുള്ളി 1/4 സ്പൂൺ ഗരം മസാല.
ആവശ്യത്തിന് ഉപ്പ് അല്ലേ? ആവശ്യത്തിന് ഉപ്പ്. ഇനി കുറച്ച് ഒരു സ്പൂൺ സോയ സോസ്. ഇനി ഒരു ചെറുനാരങ്ങ പകുതിയാണോ ഫുള്ളാണോ? ഒരു ഫുള്ള്. നീരില്ല ഇതിനധികം, കുറച്ചേ നീരുള്ളൂ, അതുകൊണ്ട് ഒന്ന് ഫുൾ ഇട്ട് കൊടുക്കാം. നീര് നല്ലോണം ഉണ്ടെങ്കിൽ വണ്ണൂല ഒരു പകുതി മതി. ഇതിന് അത്രയേ നീരുള്ളൂ. അടുത്ത സ്റ്റെപ്പ് ഇത് നന്നായി എല്ലാം കൂടി കുഴച്ചെടുക്കാം. തേച്ച് പിടിപ്പിച്ച് ഒരു 10-15 മിനിറ്റ് നല്ലോണം മസാലകൾ പിടിക്കാൻ റെസ്റ്റിന് പിന്നെ മസാലയെല്ലാം നല്ല അടിപൊളിയായിട്ട് കേറിന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. കേറ് നല്ല ഉള്ളിലെല്ലാം നല്ലോണം തേച്ചട. അങ്ങനെ തേച്ച് പിടിപ്പിച്ചത് നല്ല അടിപൊളിയായിട്ട് മസാല എല്ലാം തേച്ചിട്ടുണ്ട്. നമുക്ക് റെസ്റ്റിന് വെക്കാം. അടുത്ത പരിപാടി മസാല പിടിക്കാനായിട്ട് നമുക്ക് കുറച്ച് നേരം വെച്ച് കൊടുക്കാം. എന്നിട്ട് കാണാം. 10 മിനിറ്റ് ചിക്കൻ എല്ലാം പെരക്കി നല്ല വെച്ചതുണ്ട്. ഇനി നമുക്ക് എടുത്തിട്ട് ഫ്രൈ ചെയ്യാം. ആദ്യം തന്നെ രണ്ട് ഇട്ടാണ് ഫ്രൈ ചെയ്യും. രണ്ട് ലെഗ് പീസ് വേവട്ടെ. സൈഡിലേക്ക് കൊടുക്കാം. ആവട്ടെ. ബാക്കി നമുക്ക് അടുത്ത സ്റ്റെപ്പിലാക്കാം. അല്ല നല്ല മല്ലുണ്ട് അല്ല അല്ല അടുത്ത സ്റ്റെപ്പ് പൊരിയട്ടെ. ഇത് ഇല നമ്മളെ വാഴേൻ്റെ ഇല റൗണ്ടിൽ മുറിച്ച് വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. നല്ല ഇലേൻ്റെ മേലെ നമ്മൾ പൊരിച്ച സാധനം വെക്കുമ്പോൾ നല്ല സ്മെല്ലായിരിക്കും. നമ്മൾ ഇലയിലൂട്ടി നമ്മളെ കുട്ടിക്കാല ഇല വെച്ചിട്ട് ഈ ദോശക്കല്ലിൻ്റെ അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ ദോശക്കല്ലായിരിക്കും നമ്മൾ കുട്ടിക്കാലം. അതിൻ്റെ മേലെ ഇല പറിച്ച് കൊണ്ടുവന്ന് വെച്ചതിന് ശേഷമാണ് മീനെല്ലാം പൊരിക്കുക. അപ്പം നല്ല അതിൻ്റെ ഇലേൻ്റെ മേലെ ചൂടോടെ വെക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഉപ്മാവാണെങ്കിൽ നമ്മൾ ഒരു കടയിലെല്ലാം കാണുമ്പോൾ ഇലയിൽ പൊതിഞ്ഞിട്ടാണല്ലോ ഉപ്മാവ് ഉണ്ടാകുന്നത്. അപ്പോൾ ആ ഇലയിൽ പൊതിഞ്ഞ സാധനം കഴിക്കുമ്പോൾ നല്ലൊരു സ്മെല്ല്, നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് ഇല റൗണ്ടായി മുറിച്ചിട്ട് ഞാൻ ഇലയിൽ വെച്ച് ഇലേൻ്റെ മേലെ പൊരിച്ചിട്ട് വെക്കാനാണ് ഞാനത് ചെയ്യുന്നത്. ഓക്കെ, എന്നാൽ പൊരിയട്ടെ അല്ലേ? ഫ്രൈ ചെയ്യട്ടെ. ചിക്കൻ ഫ്രൈ റെഡിയായി. ഇനി നമുക്ക് ഇനി ഗാർണിഷ് ചെയ്യാം. അതെ, ഗാർണിഷ് ചെയ്യാനുള്ള പണി നോക്കാം. ഉള്ളിയെല്ലാം നല്ല അടിപൊളിയായിട്ട് ഇതാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഒരു ഗാർണിഷ് ചെയ്യാം. അല്ല
പകുതി നാരങ്ങ നീരും കൂടി ഇതിൻ്റെ മേലൂട്ടിന്ന് ഒഴിച്ചു കൊടുക്കും. അങ്ങനെ നമ്മൾ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഒരു ഇതായിട്ട് നമ്മൾ ഒരു ഫാഷനായിട്ട് കരിയാപ്പിലീൻ്റെ അടുത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ട്രൈ ചെയ്ത് എല്ലാവരും നോക്കുക. സൂപ്പർ ടേസ്റ്റാണ്. പിന്നെ ഇത് ഉണ്ടാക്കി നോക്കി കഴിച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇടണം. തീർച്ചയായും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് തീർച്ചയായും നോക്കണം. സൂപ്പർ ടേസ്റ്റാണ്. നമ്മൾ ഉണ്ടാക്കി നോക്കിയതിന് ശേഷമാണ് ഇപ്പോൾ ഇത് ഉണ്ടാക്കിയത്. അപ്പം ഓക്കെ, വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് വരും അല്ലേ? പുതിയ കുക്കിംഗ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.